Good afternoon, sir. Yes, Hiroshima കുറിച്ച് പറഞ്ഞാലാണ്. Yes, sir. Yes. Hiroshima കുറിച്ച് പ്രയർ ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ. വെരി ഗുഡ്. ഇന്ന് ഹിരോഷിമയിലും വേറൊരു സ്ഥലത്തും കൂടെ ബോംബിട്ടത്. രണ്ടാമത്തെ സ്ഥലത്തിന്റെ പേരെന്താണ്? നാഗസാക്കി. ഇട്ട ബോംബിന്റെ പേരെന്താണ്? ഓക്കെ സനീഷ, ആ ബോംബിന് പേരുണ്ടായിരുന്നു. ലിറ്റിൽ ബോയ്. So next thought of the day with the speech answer. Yes. Okay. Good afternoon, teacher and my dear friends. Today I am going to talk about Hiroshima Day. I start with a quote from John Steinbeck that all war is a symptom of man's failure as a thinking animal. Hiroshima Day is observed on August 6th to commemorate the anniversary of the atomic bombing of Hiroshima, Japan by the US during the Second World War on August 6, 1945. The United States dropped an atomic bomb called Little Boy on Hiroshima using the B-29 bomber Enola Gay. This was the first time a nuclear weapon had ever been used. The fireball created by the bomb destroyed 13 square kilometers of the city, and those dead as a result numbered up to 180,000. 3 days later, a second atomic bomb was dropped on the city of Nagasaki, killing between 15,000 and 1 lakh people. Let's check about the impact of the bomb on Hiroshima. Hiroshima stands on a flat river delta with few hills or natural features to limit the blast. The atomic bomb was dropped on the city center, an area crowded with the wooden residential structures and places of business. These factors meant that the death rate and destruction in Hiroshima was particularly high. And my conclusion is, peace cannot be achieved through violence. It can only be attained through understanding. The most disadvantageous peace is better than the most just war. War does not determine who is right, only who is left. Thank you. Okay, Surmi നന്നായിട്ട് സുറുമി വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. സെർച്ച് ചെയ്തിട്ടുണ്ട്, ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. യെസ്, നമ്മളെ ഇതിപ്പോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ലോക മാർക്കറ്റിൽ മെയ്ഡ് ഇൻ ജപ്പാൻ എന്നിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളത് വാങ്ങും. ഒരു കാലഘട്ടത്തിൽ ആറ്റം ബോംബിട്ട് തകർന്ന് തരിപ്പണമായ രാജ്യമാണ്. ഇന്ന് ആ രാജ്യത്ത് നിന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ടെക്നോളജിയുടെ കാര്യത്തില്, സാങ്കേതിക വിദ്യയുടെ കാര്യത്തില് ഒക്കെ ഹൈലി ഡെവലപ്ഡ് ആണ്. പക്ഷെ മറ്റു രാജ്യങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാല് അവിടെ ആറ്റം ബോംബ് ഒന്നും വീണിട്ടില്ല. പക്ഷെ അവരൊന്നും ഈ ആറ്റം ബോംബ് വീണ രാജ്യത്തെ പോലെ വികസിച്ചില്ല. അതെന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്? ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ വർഷവും നമ്മൾ കാണുന്ന ഒരു സംഗതിയാണ് ബഡ്ജറ്റിന്റെ അവതരണം. ബഡ്ജറ്റ് ഇത് കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിക്കും. ഓരോ സംസ്ഥാനത്തും സംസ്ഥാന ഫിനാൻസ് മിനിസ്റ്ററും അവതരിപ്പിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുന്നത്, ഒരു വീടെടുത്തു കഴിഞ്ഞാല് വീട്ടിലെ കാരണവർ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ ബാപ്പ ആദ്യം വരുമാനം നോക്കും, എന്നിട്ടാണ് ചെലവ് നിശ്ചയിക്കുന്നത്. ഒരു മാസം 25,000 രൂപ വരുമാനം. അപ്പൊ 25,000 രൂപ വരുമാനം വെച്ചിട്ടാണ് പിന്നെ നമ്മൾ ചെലവ് നോക്കുന്നത്. അതിൽ 5,000 രൂപ ഫീസൊക്കെ ആയിട്ട് പോകും, 1000 രൂപ വാടകയായിട്ട് പോകും. അങ്ങനെ നമ്മൾ ചെലവ് നോക്കുന്നത് വരവ് നോക്കിയിട്ടാണ്. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഗവൺമെന്റ്. ഗവൺമെന്റ് ആദ്യം നോക്കുന്നത് ചെലവാണ്, അത് കഴിഞ്ഞിട്ടേ വരവ് നോക്കുള്ളൂ. യെസ്, ആദ്യം ഈ സാമ്പത്തിക വർഷം 2025 ഏപ്രിൽ 1 മുതൽ
2026 മാർച്ച് 31 വരെ എത്ര രൂപ ചെലവാകും? ആ ചെലവ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. ഇനിയാണ് എന്ത് ചെയ്യണത്? വരവെടുക്കുന്നത്. എത്ര രൂപ വരവുണ്ട്? അപ്പോ ചെലവ് കൂടുതലും വരവ് കുറവുമായിരിക്കും. അപ്പൊ ഏതിനെല്ലാം വില വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ വരുമാനം കൂട്ടാൻ പറ്റും. എന്നിട്ടാണ് അവർ വില വർദ്ധിപ്പിക്കുന്നത്. KCBക്കോ വാട്ടറോ അല്ലെങ്കിൽ മുദ്രപത്രത്തിന്റെ ഇതൊക്കെ വില വർദ്ധിപ്പിക്കുകയാണ്. അപ്പൊ അതനുസരിച്ച് അപ്പൊ അവരതിന് കുറച്ചുകൂടി കൂടുതൽ പൈസ കിട്ടുക. യെസ്, ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ വരുന്ന പൈസയുടെ വലിയൊരു ഭാഗം ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ച് പോകുന്നത് ഡിഫൻസിലോട്ടാണ്. ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധം. ഇന്ത്യൻ വ്യോമസേന, ഇന്ത്യൻ നാവികസേന, ഇന്ത്യൻ കരസേന, അവരുടെയൊക്കെ ചെലവുകൾ ഒരു വർഷത്തെ ചെലവ് വലിയ എമൗണ്ടാണ്. അതിൻ്റെ അതോട് വലിയൊരു ഭാഗം അവർ പോകും, ഡിഫൻസിന് പോകും. ഈ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം ഡിഫൻസിന് വേണ്ടിയിട്ട് പൈസ വളരെ കുറച്ച് മാത്രം ചെലവഴിക്കുന്ന രാജ്യം. യെസ്, ഡിഫൻസിന് വേണ്ടിയിട്ട് ആ പൈസ ചെലവഴിക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ വാങ്ങി വെക്കുന്ന പൈസ എന്ന് പറഞ്ഞ് ഡിഫൻസിന് വേണ്ടി പോകുന്ന പൈസ എന്ന് പറഞ്ഞാൽ അത് അൺപ്രൊഡക്റ്റീവാണ്. ഒരു യുദ്ധം ഉണ്ടായി കഴിയുമ്പോഴാണ് അതിനൊക്കെ മൂല്യം ഉണ്ടാവുക. ഉണ്ടായില്ലെങ്കിലും അത് ഡെഡ് മണിയാണ്. ഒരു തിരക്കുമില്ലാത്തൊരു മനുഷ്യൻ, ജീവിതത്തിൽ ഒരു ആവശ്യവും ഒരു തിരക്കും ഒന്നുമില്ലാത്തൊരു മനുഷ്യൻ 50 ലക്ഷം രൂപ കൊടുത്തൊരു കാറ് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡെഡ് മണിയാണ്. കാരണം അയാൾക്ക് ജീവിതത്തിൽ ഒരു തിരക്കൂലി കാറിന്റെ ആവശ്യമില്ല. എന്നാലും 50 ലക്ഷം രൂപ കൊണ്ട് പുള്ളി ഒരു കാറ് വാങ്ങിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ ഡെഡ് മണിയായി. യെസ്, അടാ. അപ്പൊ നമുക്ക് ഈ ഡിഫൻസിലോട്ട് പോകുമ്പോൾ കുറെയൊക്കെ അതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത ഞാനിപ്പോ പറഞ്ഞു വരാൻ കാരണം ഇത്രയും തകർന്ന രാജ്യമായിട്ടും ആ രാജ്യത്തുണ്ടാക്കുന്ന സാധനങ്ങൾക്ക് ഇന്ന് നല്ല ഡിമാൻഡാണ് എന്നാണ് പറയുന്നത്. അവിടെയൊക്കെ ചിലപ്പോ ഉച്ചക്ക് ഊണ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ വിചാരിക്കും വേണമെങ്കിൽ ഒരു TV സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട ഒരു ടോർച്ച് സെറ്റ് ചെയ്യാം. നിങ്ങളെന്ത് വിചാരിക്കും? ഉച്ചക്ക് കൂടെ റീൽസ് ഒന്ന് നോക്കാനുണ്ട്, റീൽസ് ഒന്ന് നോക്കാം. എതല്ലേ ഇരിക്കണേ, നമ്മുടെ സമയം കൊണ്ട് പോയല്ലേ. യെസ്, വി ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ വാല്യൂ ഓഫ് ടൈം. നമ്മൾ ഈ ക്ലാസ് ആരംഭിക്കുമ്പോൾ ഞാനും നിങ്ങളും മരണത്തിൽ നിന്ന് 13 മിനിറ്റ് ദൂരെയായി. ഇനി ഇപ്പോ 12:13 അപ്പൊ 13 മിനിറ്റും കൂടി നമ്മുടെ ആയുസ് കുറഞ്ഞു. യെസ്, ഓരോ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോഴും ഒരു വർഷം കൂടി ആയുസ് കുറഞ്ഞു എന്ന് ചിന്തിക്കണം. വലിയ കേക്കൊക്കെ മുറിച്ച് അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് പൊട്ടിച്ച് ഒക്കെ ആഘോഷിക്കുമ്പോൾ അറിയാണ്ട് പോണ ഒരു കാര്യം കൂടി ഉണ്ട്. യെസ്, ഒരു വർഷം കൂടി ആയുസ് കുറഞ്ഞു. ഈ ഒരു വർഷം കുറച്ച് ജീവിച്ചിരിക്കും. യെസ്, അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ആഘോഷങ്ങളൊന്നും മുടക്കണ്ട, ആഘോഷങ്ങളൊക്കെ നടക്കട്ടെ, കൂട്ടത്തില് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഫിനിഷ് ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കും, ഈ 24 മണിക്കൂർ ഞാൻ എന്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചു, അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഗുണകരമായ സംഭവം ഉണ്ടായോ, അല്ലെങ്കിൽ വെറുതെ കളഞ്ഞു എന്ന് ആലോചിക്കും. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഒന്നും നമ്മളങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ അടുത്ത ദിവസം അതങ്ങനെ മേക്കപ്പ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ വിജയിച്ച ആൾക്കാർ. യെസ്, നമ്മളും അവരൊക്കെ ഒരേ മനുഷ്യരാണ്. അവരത് ചിന്തിച്ചു, നമ്മളത് ചിന്തിച്ചില്ല. അതാണ് നമുക്ക് പറ്റിയ അപാകത. ഓക്കെ, അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു അഡ്ജക്റ്റീവ് ക്ലോസിനെ കുറിച്ചൊക്കെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. യെസ്, അപ്പൊ ഇന്ന് നമ്മൾ അങ്ങോട്ട് കിടക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാനും, നമ്മൾ ഇതിനു മുമ്പ് ഒരു ദിവസം ഐ ഹാവ് എന്നുള്ളൊരു കാര്യം പറഞ്ഞു. ഐ ഡോണ്ട് ഹാവ് പറഞ്ഞു. ഐ ഹാവ്, ഐ ഡോണ്ട് ഹാവ്. ഐ ഹാവ് എനിക്കുണ്ട്, ഐ ഡോണ്ട് ഹാവ് എനിക്കില്ല. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? 5 സെന്റൻസ്. ഓക്കെ രചിത, കറക്റ്റ് നമ്മൾ പറഞ്ഞു. പക്ഷെ അന്ന് നമ്മൾ പറയാതിരുന്നതിന്റെ വർഷം കൂടിയിട്ട്, അതാണ് ഐ ഹാഡ്. നമുക്ക് പറയാം ഐ ഹാവ് എന്ന് വെച്ച് പറയുമ്പോൾ നമുക്ക് പറയാം ഐ ഹാവ് എ കാർ, ഐ ഹാവ് എ സ്മോൾ ഹൗസ്, ഐ ഹാവ് എ സ്കൂട്ടർ എന്ന് പറയും. ഇതൊക്കെ എനിക്കുണ്ട്. എനിക്ക് ഇല്ലാതിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ പറയാം ഐ ഡോണ്ട് ഹാവ് ബിഗ് ഹൗസ്, ഐ ഡോണ്ട് ഹാവ് എ സ്വീറ്റ് ലവ്ലി മദർ ഇൻ ലോ, ഐ ഡോണ്ട് ഹാവ് എ ബിഗ് ഹൗസ്,
I don't have own house. അപ്പൊ ഹാവും ഡോണ്ട് ഹാവ് ഉള്ളത്. ഞാൻ അടുത്ത് പറയുന്നത് അടുത്തത് ഹാഡ് ആണ്. ഹാഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു. ഇപ്പില്ല. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് വലിയൊരു വീടുണ്ടായിരുന്നായിരിക്കാം, ഇപ്പില്ല. നിങ്ങൾക്ക് എന്താ പറയാം? ഐ ഹാഡ് എ ബിഗ് ഹൗസ്. എനിക്കൊരു വലിയ വീടുണ്ടായിരുന്നു. ഐ ഹാഡ് എ കാർ. എനിക്കൊരു കാർ ഉണ്ടായിരുന്നു. ഐ ഹാഡ് ആൻ ഐഫോൺ. എനിക്കൊരു ഐഫോൺ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കുക. അങ്ങനെ എത്തി നോക്കി കഴിയുമ്പോൾ ഇപ്പോൾ ഇല്ലാതിരുന്നതും എന്നാൽ മുമ്പ് ഉണ്ടായിരുന്നതുമായിട്ടുള്ള ഒരു 5 ഐറ്റംസ് എടുക്കാം. ഇല്ലെങ്കിൽ ഉണ്ടാക്കാം. നമുക്ക് അതിൽ നിന്ന് ഒരു 5 ഐറ്റം വേണം. യെസ്, ഐ ഹാഡ്. എന്താ ഉണ്ടായിരുന്നത് എന്ന് ആലോചിക്കുക. നേരത്തെ ഉണ്ടായിരുന്നത്, പക്ഷെ ഇപ്പൊ അതില്ല. അപ്പൊ എന്നാലേ നമുക്ക് ഹാഡ് വെക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴും അതുണ്ടെങ്കിൽ ഹാവാ പറ്റുള്ളൂ. അപ്പൊ ഹാഡ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ആ സംഗതി ഉണ്ടാകരുത്. യെസ്, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഐ ഹാഡ് ബ്രില്യന്റ് ഐഡിയാസ്. എനിക്ക് ഭയങ്കര ഐഡിയ ഉണ്ടായിരുന്നു. ഇപ്പൊ ഐ ഹാഡ് എ ഡ്രീം. എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ സ്വപ്നമൊന്നുമില്ല, അത് മുന്നോട്ട് പോകുന്നു മാത്രം. യെസ്, ഐ ഹാഡ് എ ഐഡിയ അബൌട്ട് ലൈഫ്. ജീവിതത്തെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. യെസ്, അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നതും എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് കൈമോശം വന്നു പോയതുമായിട്ടുള്ള കാര്യം നമ്മൾ ഹാഡ് വെച്ച് പറയും. ലിനി തോമസ്. ലിനി വരുമെന്ന് വിചാരം. പറഞ്ഞോളൂ ലിനി. Good morning, sir. Good afternoon, sir. പറഞ്ഞോളൂ. ലിനിക്ക് ഇപ്പോഴില്ലാത്തതും അപ്പൊ എനിക്ക് വേണമെങ്കിൽ തോന്നുന്നു പുറകിലോട്ട് തോന്നുന്നത്, ഓ ഐ ഹാഡ് ലോങ് ഹെയർ. മുമ്പ് എനിക്ക് നീളമുള്ള മുടിയുണ്ടായിരുന്നു, ഇപ്പോഴും ഷോർട്ട് ഹെയർ ആണ്. യെസ്, ഞാൻ വെറുതെ പറഞ്ഞാ, ഞാൻ ലിനിയെ കണ്ടിട്ടില്ല, ഒരു എക്സാമ്പിൾ പറഞ്ഞ. ഐ ഹാഡ് ലോങ് ഹെയർ നമുക്ക് വേണമെങ്കിൽ പറയാം. കണ്ണാടിയിൽ നോക്കുമ്പോൾ കുറച്ച് സൗന്ദര്യം കുറഞ്ഞ പോലെ തോന്നുന്നു. അപ്പൊ ഇത് നമുക്കെന്ന് പറയാം ഐ ഹാഡ് എ ബ്യൂട്ടിഫുൾ ഫേസ്. എനിക്ക് മനോഹരമായ ഒരു ഫേസ് ഉണ്ടായിരുന്നു. യെസ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാം. യെസ്, ഹാഡ് മാത്രല്ല സർ. ഹാഡ് ഉണ്ടായിരുന്നു. I had a lovely puppy. യെസ്, വെരി ഗുഡ്. I had a lovely father-in-law. He passed away. I had a bike. Yes. Not now. Had but not now. Okay, I understood. Okay. പെട്ടെന്ന് ചോദിച്ചപ്പോ ഞാൻ എനിക്ക് ഒന്നുമില്ല, എല്ലാം ഉണ്ട്. അപ്പൊ ഒന്നും ഇല്ല എന്ന് പറയാനായിട്ടില്ല. ഇനിയിപ്പോ ഇല്ല എന്ന് നമുക്ക് ഇങ്ങനെ ഉണ്ടാകണം അല്ലെ? ഓക്കെ ലിനി, ഓക്കെ, യു തിങ്ക് വെൽ, വെരി ഗുഡ്, വെരി. ഹൗവർ യു സ്റ്റാർട്ട് ഇറ്റ്, വെൽ ബിഗൺ ഇസ് ഹാഫ് ഡൺ. നന്നായിട്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ പകുതി പണി കഴിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ലിനി നിർത്തിയെടുക്കുന്നത് സൗമ്യ ഉദയകുമാർ ആരംഭിക്കും. താങ്ക് യു സർ. Good afternoon, sir. Yes, good afternoon. I had a house near Infosys. Yes. I had many friends in my college days. Yes. I had a costly car. Yes. I had long hair. Yes. I had many puppies. Yes. Thank you, sir. That is all. Okay. അപ്പൊ ലിനിക്ക് അധികം സമയം കിട്ടിയില്ല, പക്ഷെ സൗമ്യക്ക് സമയം കിട്ടിയതുകൊണ്ട് നല്ല ക്ലീൻ ആയിട്ട് പറഞ്ഞു. ഓക്കെ. മുഹസീന, ഞാൻ ആരെങ്കിലും റെഡി ആണെങ്കിൽ പറഞ്ഞോ. ഓക്കെ മുഹസീന. ആര്യ, ഗെറ്റ് റെഡി. യെസ്. Had അല്ലേ സർ? I had a beautiful fit body. Yes. And I had a bike. Yes. And I had a beautiful phone. Yes. I had a huge house. Yes. And I had a beautiful sister.
Yes. 5 5 അഞ്ചാവും എടുക്കാതെ ഞാൻ പോണെങ്കിൽ അങ്ങനെ പോട്ടെ എന്ന് ചോദിച്ചതാണ്. യെസ് അല്ല അപ്പൊ 5 ഓർത്ത് വെച്ചതായിരുന്നു. യെസ് ഓക്കെ ഓക്കെ. വെറുതെ എന്തിനാണ് മറ്റുള്ളവരുടെ സമയം കളയെന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് 5 കൂടുതലുണ്ടെങ്കിലും മുഖസില 5 കൊണ്ട് അവസാനിപ്പിച്ചു. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ആര്യ, ആർ യു റെഡി? ഓക്കെ, അപ്പൊ ആര്യ റെഡി. ആര്യ പറയുന്നു നിഷ ഗെറ്റ് റെഡി. ഓക്കെ പറഞ്ഞോളൂ. Sir, I had breakfast at 8 a.m. ഓ വെരി ഗുഡ്. I had a good time yesterday. യെസ് I had a meeting in the morning. യെസ് I had cancelled my trip due to the bad weather. യെസ് I had to study all night for my exams. യെസ്. Um, ഓക്കെ ഓക്കെ ഓക്കെ, നല്ല വെറൈറ്റി ആയിട്ട് പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ആര്യ, വെരി ഗുഡ് വെരി ഗുഡ്. നിഷ, ആർ യു റെഡി? പറയട്ടെ സാർ. ഓക്കെ, നിഷ റെഡി ആയിക്കോളൂ. ഇറ്റ്സ് മീ റെഡി ആയിക്കോളൂ കേട്ടോ. ആ സുരഭി അടുത്ത. I had a memorable childhood. യെസ്, ഓ വെരി ഗുഡ് വെരി ഗുഡ്. ഐ ഹാവ് എ മെമ്മറബിൾ ചൈൽഡ്ഹുഡ്. വെരി ഗുഡ്. I had an idea about my future life. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. യെസ് I had a lovable grandparents. യെസ്, വെരി ഗുഡ്. I had a Okay, many friends in school life. യെസ്, ഐ ഹാഡ് മെനി ഫ്രണ്ട്സ് ഇൻ ദ സ്കൂൾ ലൈഫ്. യെസ് I had a beautiful teaching catch. യെസ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ സുറുമി Yes, sir. പറഞ്ഞോളൂ സുറുമി. I had a job as a teacher before 5 years. യെസ് I had a friend when I studied in college. യെസ് I had a beautiful garden with so many butterflies. യെസ് I had a colleague. I had 2 bangles and a bracelet. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ് ഓക്കെ 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 ഓക്കെ. യെസ്, ഇനി നിഷ എ കെ. യെസ് Sir, sir, ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ. Okay, sir. I had my handsome father, യെസ് and I had a well-maintained body, യെസ് and I had a good communication skill. യെസ് Then I had a cutie pie puppy. യെസ്. Then I had so many friends. Okay, 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 okay. Very well. I had so many friends. Okay. Yes. Okay, not select them. I had a best friend. Okay. Okay, sir. Yes. Okay, 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 okay. Very good, very good. Okay, everything. Very good, very good, very good. Yes. Nimisha, AK. Ready or not? yes, പറഞ്ഞോളൂ നിമിഷ. I had a dream about flying. Yes. I had a dream about my childhood. Yes. I had a good time. Yes. I had a past that changed me. Yes. I had a dream last night. Yes. Very good. I had a dream last night. Very good. I had a lot of questions. Yes. I had a dream to become a teacher. I had a dream to become a teacher. So, shall I ask you, Nishma, who is your favorite teacher when you were a high school student? Who was your Rajeshwari. favorite? Her name is Rajeshwari. That's my favorite. Rajeshwari teacher is your favorite teacher. Yes, Which sir. subject did she teach you? Which subject? Max. Maths. So let me ask you one more question. What are the qualities that you see in Rajeshwari teacher? She What was are very the- friendly. She was very
friendly Friendly. and very soft and cute. Soft and cute. That's okay. She That's was okay. very Friendly ആണ്, soft ആണ്, പിന്നെ വേറെ innocent. lovable ആണ്. Yes. Caring and കുട്ടികളോട് ഭയങ്കര റെസ്പെക്റ്റിംഗ് ആയിരുന്നു. Yes, protective ആണ്, caretaking ആണ്. Yes. That's it. Okay. But when you become a teacher, suppose when you become a teacher, to whom you want to understandable, to whom you want to adopt as a model, ഒരു റോൾ മോഡൽ ആവുന്ന ടീച്ചർ ആരായിരിക്കും, അല്ലെങ്കിൽ ആരെ പോലെ പഠിപ്പിക്കാനാണ്, ആര് പഠിപ്പിച്ചതുപോലെ പഠിപ്പിക്കാനാണ് നിഷയ്ക്ക് താല്പര്യം? ജോബ് സർ. യെസ്. അത് നമുക്ക് അല്ലെ, നമുക്ക് പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യത്തിൽ തകർത്താണ് അല്ലെ. അപ്പൊ എന്തുകൊണ്ട് മാത്സ് ടീച്ചറിനെ പോലെ ആയിക്കൂടെ നിഷ? മാത്സിൽ കുറെ പ്രോബ്ലംസ് ഇല്ലേ, ഇംഗ്ലീഷിൽ അത്ര പ്രോബ്ലംസ് ഇല്ലല്ലോ. അപ്പോ നിഷ അധ്യാപിക ആകുകയാണെങ്കിൽ ഏത് സബ്ജക്ട് പഠിപ്പിക്കാനാണ് താല്പര്യം? ഇംഗ്ലീഷ് ഓക്കെയാണ്, മാത്സും ഓക്കെയാണ്. ഇംഗ്ലീഷും മാത്സും ഓക്കെയാണ്. ഈ രണ്ടും നമ്മള് ഒരു ക്ലാസ്സിന്റെ രണ്ട് തട്ടിലിട്ടാൽ കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം എവിടെയായിരിക്കും? മേ ബി ഇംഗ്ലീഷ് ആയിരിക്കും, കാരണം അതിൽ കുറച്ച് സ്റ്റോറീസും നമ്മൾക്കായിട്ടുള്ള ക്രിയേറ്റിവിറ്റീസ് ഒക്കെ ഇല്ലേ. യെസ്. അപ്പൊ നമുക്ക് കുറച്ച് ക്രിയേറ്റിവിറ്റി നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടേതായ രീതിയിൽ കുട്ടികളെ ഒന്ന് ചിന്തിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷ് അതിനോടാണ് താല്പര്യം അല്ലേ? യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ നല്ല ടീച്ചറാവാൻ പോകുന്ന ആളുകളോട് എന്താ പറയാ, എനിക്ക് പറയാവുന്ന ഒരു കാര്യം, എല്ലാ പ്രാവശ്യവും നല്ല അധ്യാപിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വിദ്യാർത്ഥിയായിരിക്കും. അതാണ് എപ്പോഴും വേണ്ടത്. നല്ല ടീച്ചർ എപ്പോഴും നല്ല സ്റ്റുഡന്റ് ആയിരിക്കും, നല്ല അധ്യാപകൻ എപ്പോഴും നല്ലൊരു വിദ്യാർത്ഥിയായിരിക്കും. കാരണം പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ അറിയാൻ എപ്പോഴും ശ്രമിക്കണം. നമ്മൾ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇതൊക്കെ മതി നമ്മൾ ശ്രദ്ധിക്കുക, അങ്ങനെ ചിന്തിക്കരുത് ഒരിക്കലും. പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അത് എന്താണെന്നുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് പോകണം. യെസ്. അപ്പൊ നമുക്കത് കൊണ്ടുള്ള ഗുണങ്ങൾ ഒരുപാടാണ്. യെസ്. കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവർക്ക് മനസ്സിലേക്ക് ഒരു ജിജ്ഞാസകൾ ജനിപ്പിക്കും. പിന്നെ കുട്ടികൾ അതിന്റെ പുറകിലൂടെയാണ് പോകും. യെസ്. അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് നമുക്ക് ഒരു ഇൻസ്പിറേഷൻ ആവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചറിന്റെ പേര് പറഞ്ഞു. ഓക്കെ. സുർമി പറയുന്നു നോളജ് ഡോണ്ട് ഹാവ് ലിമിറ്റ്, അതിന് പരിധികളില്ല. അപ്പൊ നിമിഷയ്ക്ക് സത്യം പറഞ്ഞോടോ, അങ്ങനെ പറയുന്നത് ഇതുവരെയുള്ള ജീവിതത്തിൽ ഇഷ്ടപ്പെടാത്തൊരു ടീച്ചറിന്റെ പേര് പറഞ്ഞു. അതൊരു ബയോളജി സാർ ആയിരുന്നു തോന്നുന്നത്, പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, അത്ര ഇഷ്ടമില്ലായിരുന്നു. ടീച്ചറുണ്ട് അല്ലെ? അതായത് നമ്മള് ചില ക്ലാസ്സുകളിലേക്ക് പോകും, അടുത്തത് ഇന്ന ടീച്ചറാണല്ല, ഒരു വിഷമത്തോടു കൂടി ഉറങ്ങുന്ന ടീച്ചർ ഉണ്ടാവും. യെസ്, ഉണ്ടാവും. ചെറിയ ക്ലാസ്സിലേക്ക് പഠിച്ചിരുന്നപ്പോഴേ ഉണ്ടാവും. യെസ്. അത് തന്നെയാണ് നമുക്ക് ഇഷ്ടപ്പെടാത്ത സബ്ജക്റ്റും. അതെ അതെ, ശരിയാണ്. കറക്റ്റ് അത് തന്നെയാണ്. അപ്പൊ നിമിഷം ഓർത്താൽ മതി, നിമിഷയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ഏതാന്ന് ഓർത്തു കഴിഞ്ഞാൽ ആ ടീച്ചറിലേക്ക് അങ്ങോട്ട് വേഗം എത്താൻ പറ്റും. യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോ ഞാനിപ്പോ നിമിഷനോട് പറയുന്നു, ഞാനിപ്പോ ആ ടീച്ചറെ ശ്രീമതി കുമാരി എക്സ് എന്ന് വിളിക്കാം, പേരൊന്നും കൊടുക്കില്ല, കുമാരി എക്സ്. അപ്പൊ നിമിഷം എടുക്കേണ്ട തീരുമാനം, ഞാനൊരു കുമാരി എക്സ് ആവില്ല. ഇത് നമ്മൾ എടുക്കേണ്ട തീരുമാനമാണ്. യെസ്. അന്ന് ഞാൻ വിഷമിച്ചിട്ടുണ്ട്, അതുപോലെ എന്നെ കുറിച്ച് ഓർത്ത് വേറെ കുട്ടികൾ വിഷമിക്കാൻ ഞാൻ ഇടവരുത്തില്ല. ഞാൻ കുമാരി എക്സ് ആവില്ല. യെസ്. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, ഒരു കുട്ടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയണേ, ഈ ക്ലാസ്സില് ഈ ടീച്ചർ ഒരു പിക്ചർ കൊടുത്തിട്ട് കളർ ചെയ്ത് പിക്ചേഴ്സ് കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴുണ്ടായ സംഭവം കൂടെ പറഞ്ഞിട്ടില്ല സാർ. പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ട്.
ഒരു കുട്ടി കളർ ചെയ്തിട്ടില്ലേ, ബാക്കി എല്ലാ കുട്ടികളും അതല്ലായിരുന്നോ Yes. പറഞ്ഞിട്ടുണ്ട്. എങ്കിലും പറഞ്ഞവർക്ക് വേണ്ടി പറയുന്നത് ഞാൻ പറഞ്ഞത് അതാണ് ടീച്ചർ. കോൺവൊക്കേഷൻ സെറിമണി കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുമ്പോൾ ടീച്ചറല്ല, നമ്മൾ മനസ്സുകൊണ്ട് ആരാവണം. ചില ആളുകളെയൊക്കെ നമ്മൾ മനസ്സറിഞ്ഞിട്ടല്ലേ ടീച്ചറേ എന്ന് വിളിക്കുന്നത്. ആ വിളിയിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഇന്റിമസി, നമ്മൾ കൊടുക്കുന്ന ഒരു ബഹുമാനം, ഇതെല്ലാം ഉണ്ട് ആ വിളിയിലുണ്ടത്. വേറെ പല ആൾക്കാരെ നമ്മൾ ടീച്ചറെ വിളിക്കും, അത് ടീച്ചർ. ഇത് നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ ചില ആൾക്കാരെ വിളിച്ചു പോകില്ലേ ജീവിതത്തില്. ഇതാണ് ടീച്ചർ, ഇതാണ് ഇങ്ങനെ ആയിരിക്കണം എന്ന് ജീവിതത്തിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. യെസ് എന്ന് പറഞ്ഞ പോലെ ചില ആളുകൾ നമ്മൾ അങ്ങനെ മനസ്സറിഞ്ഞുകൊണ്ട് വിളിക്കും, അതായിരിക്കണം ആര് ടീച്ചർ. വരികളല്ല, വരികൾക്കിടയിൽ കണ്ടെത്താൻ ആർക്ക് സാധിക്കണം? ടീച്ചർക്ക് സാധിക്കണം. അതാണ് ടീച്ചർ. ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് പേപ്പറിൽ സോഷ്യൽ മീഡിയയിൽ വന്നില്ലേ, പനിയായിട്ട് കിടക്കുന്ന കുട്ടിയെ, പക്ഷെ അവന് അംഗൻവാടി ടീച്ചറിനെ കാണാണ്ടിരിക്കാൻ പറ്റില്ല. എന്റെ അമ്മ അവനെ കൊണ്ട് വന്നേക്കാണ് അംഗൻവാടി ഒന്ന് കാണിക്കാൻ. എനിക്ക് ക്ലാസ്സിൽ പോകണ്ട എന്ന് പറയുന്ന കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് ടീച്ചറിനെ കാണണം എന്ന് പറയുന്ന ഒരു കുട്ടി. അപ്പൊ ആ കുട്ടിയും ആ ടീച്ചറും തമ്മിലുള്ള കണക്ഷൻ എന്തായിരിക്കും? ഇതുപോലൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, സാറേ ഞാൻ പോകുന്ന സ്ഥലത്തോട്ട് ഇതുപോലൊരു കൊച്ച്, അവൻ നന്നായിട്ട് പാട്ട് പാടും, പക്ഷെ അവൻ എന്റെ ചെവിട്ടിൽ വന്നേ പാടും. അവനോടൊന്ന് നേരെ നിന്ന് പാടാൻ പറഞ്ഞാൽ പാടൂല. എന്നെ അവന് ഭയങ്കര വിശ്വാസം, എന്റെ ചെവിട്ടിൽ വന്ന് അവൻ പാട്ട് പാടും. അപ്പൊ ടീച്ചറിനോട് അടങ്ങി പാടും. യെസ് എന്ന് പറയുന്നത് പോലെ നിങ്ങളിൽ എന്ത് വേണം? ഒരു വിശ്വാസം വേണം. യെസ്. അപ്പൊ ആ വിശ്വാസം ആർജിച്ചെടുക്കുക എന്നുള്ള. ഇനി ഇതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട്, കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട. നിങ്ങൾ ഒരു ടീച്ചർ എന്ന രീതിയിൽ നിങ്ങളങ്ങനെ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളെ റോൾ മോഡൽ ആക്ക് എന്ന് പറഞ്ഞ് വേറെ വീടുകളിൽ പറയുന്നുണ്ട്. യെസ്. അപ്പോ ആ ലെവലിലോട്ട് കാര്യങ്ങൾ വരും. യെസ്. അപ്പോ ഭാവിയിലെ കഴിഞ്ഞ ദിവസം ഇവിടെ MT6 കഴിഞ്ഞ ശനിയാഴ്ച മോണ്ടിസോറിയുടെ കോൺവൊക്കേഷൻ സെറിമണി ആയിരുന്നു. ഏതാണ്ട് 120ഓളം വരുന്ന കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. സെറിമണിക്ക് ഇവിടെ വന്ന കോൺവൊക്കേഷൻ 120 കുട്ടികൾ, 3 മണിയൊക്കെ ആയി കഴിഞ്ഞു. അപ്പൊ അതിൻ്റെ അകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഒരു അമ്മയും ഒരു മകളും ഉണ്ടായിരുന്നു. മോണ്ടിസോറി ക്ലാസ് പഠിക്കുന്നത് അവർ രണ്ടുപേരോടെ വന്നിട്ടുണ്ടായി. അമ്മയും പഠിക്കുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ മകളും പഠിക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ സുറുമി പറഞ്ഞില്ലേ, അറിവ് ഒന്നും ഒരു തടസ്സമില്ലാന്ന് പറഞ്ഞില്ലേ, അവർ രണ്ടുപേരോടെ വന്നിട്ടുണ്ടായി. യെസ്. അമ്മയും മകളും മോണ്ടിസോറി ക്ലാസ് പഠിക്കുന്നു. അപ്പൊ അറിവ് എന്ന് പറയുന്ന സംഗതിക്ക് പ്രായം ഒരു തടസ്സമല്ല. അവർ രണ്ടുപേരും കൂടി പഠിക്കുന്നു, രണ്ടുപേരും വന്നിരിക്കുന്നു. യെസ്. അപ്പൊ അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ അവര് പറഞ്ഞ ഒരു കാര്യമുണ്ട്, കുറച്ചു പേര് പറഞ്ഞത്, തിരിച്ചു പറഞ്ഞത്, ഞങ്ങളൊക്കെ വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ ഇനിയുള്ള ജീവിതം ഇവിടെയാണ്, ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല, അല്ലെങ്കിൽ അതൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ച് വിഷമിച്ചിരുന്ന ഒരു ഘട്ടമായിരുന്നു. ഇപ്പോഴാണ് ഈ പരസ്യം കണ്ട് ഞങ്ങൾ ഇങ്ങനെ വന്നത്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത്, ആദ്യം കൊടുക്കുന്ന 1000 രൂപയല്ലേ മോർണിംഗ് പോട്ടെ, 1000 രൂപ മോർണിംഗ് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൻ്റെ അകത്തേക്ക്, അങ്ങനെയാണ് ഞാൻ ഇതിനെ കുറിച്ച് ആദ്യം ചിന്തിച്ചത്. ഓരോരുത്തരും അവരവരുടെ ജീവിതാനുഭവങ്ങൾ പറയുമല്ലോ. ഈ പരസ്യം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനത് 1000 പുറകെ പോകട്ടെ, ഇഷ്ടംപോലെ പൈസ പോകുന്നു, 1000 കൂടി പുറകെ പോകട്ടെ, ഫുൾ പൈസ കൊടുക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. അത് പക്ഷെ അത് പിന്നീട് അവർക്കത് കുറെ ഡെവലപ്മെന്റ്സിന് കാരണമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒതുങ്ങി പോകാമായിരുന്നത് ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തി വേറൊരു ഡയറക്ഷനിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് നിർത്തി. അത് വളരെ നല്ല കാര്യമാണ്. ഒരുപാട് ആളുകൾ നിറകണ്ണുകളോടുകൂടി പറയുന്നത് ഞാൻ കണ്ടു. അതിനോടൊപ്പം തന്നെ വേറൊരു സംഗതി കൂടി കണ്ടത്, ഇവര് കോൺവൊക്കേഷൻ സെറിമണിയിൽ അവരുടെ മക്കൾ വന്ന് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിക്കുമ്പോൾ അവരുടെ ഭർത്താക്കന്മാര് അല്ലെങ്കിൽ മാതാപിതാക്കള്, സഹോദരന്മാര് മുന്നിൽ വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ അവരുടെ കണ്ണുകളിലെ തിളങ്ങുന്ന പ്രകാശമില്ല, സന്തോഷത്തിന്റെ അശ്രുകണങ്ങൾ, സന്തോഷാശ്രു എന്നൊക്കെ പറയില്ലേ, അത് നമുക്ക് കാണാൻ പറ്റും. ജീവിതത്തില് ഭയങ്കരമായ സംഭവം നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലെ സന്തോഷിക്കാം. അല്ലാണ്ട് ആറ്റം ബോംബ് കണ്ടുപിടിക്കണമെന്നോ മറ്റത് കണ്ടുപിടിക്കണമെന്നോ ഇതൊന്നുമില്ല. ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ കാണുമ്പോൾ
അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് കണ്ടെത്തുക? സന്തോഷം കണ്ടെത്തുക. നിങ്ങളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികളുടെ കയ്യിൽ എന്തെങ്കിലും വെച്ചു കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിയെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. അവരുടെ മുഖത്തുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. കുറെ നാൾ കഴിഞ്ഞാൽ അതേ സാധനം വെച്ചു കൊടുത്താൽ അവന് സന്തോഷം ഉണ്ടാവില്ല. യെസ്, അവരുണ്ടാവുന്ന സന്തോഷം, അവരുണ്ടാവുന്ന റിയാക്ഷൻ ഇല്ലേ? യെസ്. അപ്പോ കൊച്ചുകുട്ടിയെ സംബന്ധിച്ച് പെൻസിലാണെങ്കിലും അവന്റെ സന്തോഷമുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഈ ബാച്ച് അതിന് ഫിനിഷ് ആവട്ടെ എന്റെ ജോഫി. ഏതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതൊക്കെ അവരെ അറിയിക്കും. കൃത്യമായിട്ട് അറിയിക്കും. ഇത്രാം തീയതി ഇന്ന പോലെ എന്നൊക്കെ പറയും. നിങ്ങളോട് അഭിപ്രായം ചോദിക്കും, എങ്ങനെ വേണമെന്നുള്ള കാര്യം ചോദിക്കും. നിങ്ങൾ വളരെ നല്ല രീതിയിൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവർ ചെയ്യും. അതല്ല വേണ്ട, നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ് മതി എന്നുള്ള രീതിയിലാണെങ്കിൽ അങ്ങനെ. അതൊക്കെ അത് എന്റെ സമയമാകുമ്പോൾ വരും കേട്ടോ. അതുകൊണ്ട് പറയും. യെസ്. ഞാൻ ഇങ്ങനെ അത് പല ആളുകളെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്ന് വന്നിട്ട് വേണം അവർ നേരിട്ടൊന്ന് കണ്ടൊന്ന് എന്റെ കാര്യങ്ങൾ ചോദിക്കും. യെസ്. അപ്പൊ അന്ന് ഇവിടെ വരുമ്പോഴാണ് കാണാൻ പറ്റുള്ളൂ. ഓക്കെ സുറുമി. യെസ്. ഓക്കെ. ഓക്കെ ലിനി. യെസ്. ഓക്കെ. സ്ട്രിക്റ്റ് ആയിരിക്കണം. പക്ഷെ നിങ്ങൾ തന്നെ നോക്കിയേ, ചില സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ തല്ലണ്ട, വഴക്ക് പറയണ്ട, ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ അവർക്ക് കാര്യം മനസ്സിലാവും. എടാ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതെനിക്ക് മനസ്സിലായി. അല്ല, ഒന്നും പറയണ്ട. ചില കാര്യങ്ങൾ പറയുമ്പോഴല്ല, പറയാതിരിക്കുമ്പോഴാണ് കുറെ കാര്യങ്ങൾക്ക് മനസ്സിലാവും. പണ്ട് കാലത്ത് അങ്ങനെയല്ലേ? മകളോട് കല്യാണമാണ്, കല്യാണം ആലോചിക്കട്ടെ എന്ന് അച്ഛൻ ചോദിച്ചാൽ മകള് ഓക്കെ അച്ഛ എന്ന് പറയില്ലേ? ഇന്ന് സ്മാർട്ടായിട്ട് കമ്പനിയായിട്ട് പറയും. അന്ന് എന്ത് ചെയ്യും? മൗനമാണ്. മൗനം കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഓക്കെ, സമ്മതം. മൗനമാണ് സമ്മതത്തിന്റെ ലക്ഷണം എന്ന് പറയും. മിണ്ടാതിരിക്കുന്നത് കഴിഞ്ഞാൽ ഓക്കെയാണ്. യെസ്. അതുകൊണ്ടാണ് പറയുന്നത് മൗനം വാചാലമാകുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിനേക്കാളും പറയാതിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനേ ഇപ്പോൾ ഓർക്കുന്ന ഒരു സംഭവം, ഇവരൊക്കെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണോ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണോ ഒരു ചെറുകഥാ മത്സരത്തിന് ഞാൻ പങ്കെടുക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ഒരു പ്രാന്ത്. അപ്പൊ അന്ന് ഞാൻ ഇങ്ങനെ എഴുതാൻ വേണ്ടി ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് അന്ന് തന്ന ആ ഒരു കഥയുടെ ത്രില്ല് ഇതായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പാണ്. ആ സിറ്റുവേഷൻ പറഞ്ഞു തന്നതാണ്. ഒരു വളരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു വീട്. ആ വീട്ടില് കുറച്ച് സഹോദരിമാരൊക്കെ ഉള്ള, ഒരു സഹോദരനുള്ളൂ. അപ്പോ വീട് സ്ഥലവും എല്ലാം പണയപ്പെടുത്തി വലിയൊരു പൈസയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ പൈസ കൊണ്ട് ഈ സഹോദരന് ഗൾഫിലേക്ക് വിടുകയാണ്. അങ്ങനെ ഇത് വർഷങ്ങൾക്ക് മുമ്പാണ്. മൊബൈൽ ഫോണൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ. അപ്പൊ അങ്ങനെ ആ പയ്യൻ ഗൾഫിലേക്ക് പോകും. ആ ഗൾഫിലേക്ക് ആ പയ്യൻ പോകുമ്പോൾ ആ വീട്ടില് ഉള്ള മറ്റു സഹോദരിമാരുടെയും അച്ഛന്റെയും അമ്മയുടെയും ഒരു ദീർഘനിശ്വാസമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ രക്ഷപ്പെട്ടു, ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടിയൊക്കെ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഒരു ദീർഘവിശ്വാസവും. അങ്ങനെ ആ പയ്യൻ പ്ലെയിൻ കയറി വിദേശത്തേക്ക് പോയി. 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അമ്മ രാവിലെ വാതിൽ തുറക്കുമ്പോൾ ആ മകൻ അകലെ നിന്ന് ബാഗും തൂക്കി മടങ്ങി വരും. യെസ്. അപ്പൊ മകൻ അകലെ നിങ്ങോട്ട് മടങ്ങി വരികയാണ്. പഴയ കാലഘട്ടങ്ങളിൽ ഫോൺസിലൊക്കെ പറയും, ഇപ്പൊ ഫോൺസിൽ അറിഞ്ഞിട്ടില്ല. അപ്പൊ എഴുതാൻ പറഞ്ഞ കഥ ഇതാണ്. ആ മകൻ ഇവിടെ വന്ന് കഴിയുമ്പോഴാണ് എന്തുകൊണ്ട് വന്നു എന്നുള്ള കാര്യം പറയുന്നത്. യെസ്. ആ അത്രയും സമയത്തിന്റെ ഉള്ളിൽ യെസ്. ഓക്കെ നിഷ്മ. യെസ്. ഓക്കെ. അത്രയും സമയത്തിന്റെ ഉള്ളിൽ ഈ അമ്മയുടെ മനസ്സിലൂടെ പോകുന്ന ചിന്ത, അതാണ് ചെറുകഥയായിട്ട് പറയുന്നത്. ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം, നിങ്ങളും എവിടെയെങ്കിലുമൊക്കെ പിന്നീട് ചില കഥകൾക്ക് ഒരു വിഷയം കൊടുക്കേണ്ടി വരും. ആരെങ്കിലും എഴുതിയത് വായിക്കാതെ നിങ്ങളോട് പറയും, ടീച്ചറെ, രവി ടീച്ചറെ ഒരു വിഷയം പറഞ്ഞു കൊടുക്കുക കഥ എഴുതാനായിട്ടുള്ളത്. അപ്പൊ ഞാൻ പ്രൂവിട്ടാണ് ഇത് ചെയ്യണമെന്നല്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള. അപ്പൊ ആ മകൻ വരുന്നതിന് മുമ്പ് വരെ അമ്മയുടെ മനസ്സിലൂടെ കടന്നുപോയ ചിന്ത, അമ്മയുടെയോ അല്ലെങ്കിൽ സഹോദരിയുടെയോ അച്ഛന്റെയോ മനസ്സിലൂടെ കടന്നു ചിന്ത, ആ സംഗതിയാണ് കഥയായിട്ട് എഴുതാനായിട്ട് പറഞ്ഞത്. യെസ്. അപ്പൊ അങ്ങനെ ഒരു ചിന്തകൾ വരുന്നത് മൗനമാണ് അവിടെ. കാരണം സത്യം നമ്മൾ അറിയുന്നില്ല. ഈ വയലാറിന്റെ ഒരു പാട്ടുണ്ട്. ആ പാട്ടിന്റെ വരി ഇതാണ്.
കാട്ടുതാറാവുകൾ ഇണകളെ തേടും കായലിനരികിലൂടെ. ഞാൻ പാടാൻ ഇഷ്ടപ്പെട്ടില്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. കാട്ടുതാറാവുകൾ ഇണകളെ തേടും കായലിനരികിലൂടെ. കടത്തുവഞ്ചിയിൽ ആളുകൾ കയറും കല്ലുതുക്കുകളിലൂടെ. തനിച്ചു വരും താരുണ്യമേ എനിക്കുള്ള മറുപടിയാണോ നിന്റെ മൗനം. കണ്ട, എനിക്കുള്ള മറുപടിയാണോ നിന്റെ മൗനം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചില കാര്യങ്ങൾക്ക് മൗനം മറുപടിയാണെന്ന് പറഞ്ഞില്ലേ. ഇത് നമുക്കറിയാവുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ കവി പറയുമ്പോൾ അതിന് വേറൊരു ഭംഗിയാണ്. യെസ്. അപ്പൊ അത് നമ്മൾ ഇനി എപ്പോഴും നിങ്ങൾ പാട്ടുകൾ കേൾക്കും, എപ്പോഴും ഞാൻ ശ്രദ്ധിക്കണം. ആ വരികളുടെ അർത്ഥം നോക്കും. കേട്ടാ, നിങ്ങൾ എപ്പോഴും ആ ഒരു മ്യൂസിക്കും അതിൻ്റെ അകത്ത് പോകരുത്. നിങ്ങൾ ഒന്ന് കണ്ണടച്ചിട്ട് ആ വരികൾ എന്താണ് പറയണത് ഇങ്ങനെ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്കും ആ ഒരു സെൻസ് അങ്ങനെ നിങ്ങൾക്ക് കുറെ പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും എനിക്കൊരെണ്ണം എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് തോന്നും. യെസ്. അങ്ങനെ നമ്മുടെ ജീവിതമാണ് നമ്മളെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത്, പറയിപ്പിക്കുന്നത്. യെസ്. ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറയാം, ബോറടിക്കില്ലെന്ന് വിചാരിക്കാം. ഒരാളോട് ഞാനൊരു കഥ പറയുക, ഒരു സംഗതിയുടെ കഥ പറയുക. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു, ഞാൻ അദ്ദേഹത്തോട് കഥ പറഞ്ഞിട്ട് എനിക്ക് കുടിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത കടയിൽ പോയി ചായ കുടിച്ചിട്ട് വരുന്ന വഴിക്ക് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് എനിക്ക് അത്രയും കണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ മനസ്സിൽ വേറൊരു കഥയുണ്ട്, അത് ഞാൻ പറയാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ എനിക്കറിയാവുന്ന നമ്മളെപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ സംഗതികൾ നമ്മൾ തന്നെ ഇങ്ങനെ ക്രിയേറ്റിവിറ്റി ചെയ്താൽ മതി, വേറിട്ട് ചിന്തിച്ചാൽ മതി. അപ്പോ അതിൽ നിന്നൊക്കെ പുതിയ പുതിയ തലങ്ങൾ വരും. എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു കുടുംബം. ആ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ കുടുംബത്തില് ഒരു അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഒരു മകളുണ്ട്. പലപ്പോഴും ഞാൻ അവിടെ ചിന്തിക്കുകയും വർത്തമാനം പറയുകയും ചെയ്യാറുള്ളതാണ്. ആ കുടുംബമായിട്ടൊക്കെ എനിക്ക് വളരെ അടുത്ത് ബന്ധമുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഈ പെൺകുട്ടി ഒരു പയ്യനായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ വീട്ടിലറിഞ്ഞു, അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അങ്ങനെ അച്ഛനും അമ്മയും വളരെ വയലന്റ് ആയി, പ്രശ്നങ്ങളൊക്കെ ആയി. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോ പെൺകുട്ടി സ്വയം അതിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞ് പിന്മാറി. പക്ഷേ അതൊരു പിന്മാറ്റമായിരുന്നില്ല, മുന്നോട്ട് കുതിക്കാനായിട്ടുള്ള ഒരു പദങ്ങളായിരുന്നു. പിന്നീട് എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ നാൾ കഴിഞ്ഞപ്പോ ഈ ഒരു ദിവസം ഈ പെൺകുട്ടിയെ കാണാനില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഈ പെൺകുട്ടി ആ പയ്യന്റെ കൂടെ ഇറങ്ങിയാണ് പോയി. ആ ചിന്തിക്കാതെ അങ്ങനെ ആടെ ഇറങ്ങിപ്പോയി. അതോടുകൂടി ഈ അച്ഛനും അമ്മയും വളരെ മാനസികമായിട്ട് തകർന്നു. അപ്പോ എപ്പോഴും ഞാനത് ചെന്ന്, പക്ഷെ ആദ്യത്തെ ദിവസം ധാരാളം കാര്യങ്ങളും പറഞ്ഞില്ല, പറയണ്ട. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞൊരു പ്രത്യേകതയുണ്ട്, നാളെ ആ കൊച്ചു മടങ്ങി വരും, അവള് തിരിച്ചു വരും, നിങ്ങളെയൊക്കെ വിഷമിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് തിരിച്ചു വരും. യെസ്. പക്ഷെ പിറ്റേ ദിവസം ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ വിഷമിച്ച് ഇരിക്കുകയാണ്. പക്ഷെ അത് വന്നില്ല. പിന്നീട് കുറെ നാൾ കഴിഞ്ഞതിന് ശേഷം ആ പെൺകുട്ടി പ്രഗ്നന്റായി. അപ്പോൾ ഇവരുടെ വിഷമങ്ങളൊക്കെ മാറി, പിന്നെ അത് സ്നേഹമായി, സുഖമായിട്ട് ജീവിച്ചു പോകുന്നു. ഇത് ഒരു ഇൻസിഡന്റ്, ഒരു സംഭവം. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന്റെ അകത്തേക്ക് പല പല സംഭവങ്ങൾ നമ്മൾ ആഡ് ചെയ്യും. യെസ്. നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന കലാകാരൻ പുറത്തേക്ക് വരുന്നത് ഇതൊരു ഇൻസിഡന്റ് അല്ലേ. അപ്പൊ ഞാൻ എന്ത് ചിന്തിച്ചു, കുഴപ്പമില്ല, ഇവിടത്തെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനുമായിട്ട് എന്നും മാനസികമായിട്ട് അകൽച്ച. അവള് കല്യാണം കഴിക്കുമ്പോൾ അമ്മയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താഗ്രഹം ഉണ്ടായിരുന്നു? ഒരു മനസ്സിന് ഇഷ്ടപ്പെട്ട, പക്ഷെ കല്യാണം കഴിച്ചു വന്നപ്പോഴാണ് എൻ്റെ ഡിഫറെന്റ് ആയിട്ട്. പക്ഷെ വിവാഹിത ആയതുകൊണ്ട് പുള്ളിക്കാരത്തിൽ പിന്നെ അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോയി. പക്ഷെ അവള് മനസ്സിലൊരു തീരുമാനം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇത് അധികം നാൾ വേണ്ട, തുടരണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ തീരുമാനിച്ച സമയത്താണ് അവൾ പ്രഗ്നന്റ് ആയി എന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അവൾ എന്ത് ചെയ്തു, വെയിറ്റ് ചെയ്തു. പ്രഗ്നൻസി കഴിയട്ടെ, കുട്ടി ജനിച്ചിട്ട് ഈ ബന്ധം വേണ്ടെന്ന് വയ്ക്കാൻ തീരുമാനിച്ചു. കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോ അതൊരു മകളായിരുന്നു. അപ്പൊ അവൾ വീണ്ടും ചിന്തിച്ചു, ഞാനിപ്പോ സെപ്പറേറ്റ് ചെയ്ത് ഡൈവോഴ്സിന് പോയി അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ ഉള്ളിന്റെ ഉള്ളിൽ ഉറച്ചൊരു തീരുമാനമെടുത്തു, എന്ന് എൻ്റെ മകളുടെ വിവാഹം കഴിയുന്നു അന്ന് ഞാൻ ഈ വീട്ടിൽ നിന്നത്. ഒരമ്മ അങ്ങനെ തീരുമാനം എടുത്ത് വെച്ചിട്ട്
ഒരു അച്ഛന്റെ കൂടെ ജീവിക്കുന്നത്. പക്ഷെ ഇത് ഇങ്ങനെ ഒരു തീരുമാനം ഈ പെൺകുട്ടിയുടെ മനസ്സിലുണ്ടെന്നുള്ള കാര്യം വേറെ ആർക്കും അറിയില്ല. യെസ്, നമ്മൾ കഥ അങ്ങോട്ടൊന്ന് പറിച്ചു നടക്കും. അങ്ങനെയുള്ള ഒരു വീട്ടിലാണ് ഈ സംഭവം നടക്കുന്നത് വിചാരിക്കുക. ഈ പെൺകുട്ടി ഇറങ്ങിപ്പോകുന്നു. യെസ്, അങ്ങനെ ആ പെൺകുട്ടി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പൊ പിറ്റേ ദിവസം ഈ അമ്മ വന്നിട്ട് അച്ഛനോട് പറയുന്നു, ഞാനും ഇവിടെ നിന്ന് ഇറങ്ങി. കാരണം കഴിഞ്ഞ 27 വർഷമായിട്ട് ഞാൻ ഇറങ്ങണം എന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ എന്റെ മകള് കാരണം ഞാൻ വേണ്ടത് വെച്ചാണ്. അപ്പൊ ഇന്നലെ അവൾ ഇവിടെ നിന്ന് എന്നെയും കൂടി ധിക്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ സ്ഥിതിക്ക് ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാനും ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഞാൻ എന്തുകൊണ്ട് ഇറങ്ങുന്നു എന്നുള്ള എന്റെ കാരണം പറയാം. യെസ്, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നു, എന്തുകൊണ്ടെന്ന് പറയും. അപ്പൊ അങ്ങനെ ആ അമ്മയും ആ വീട്ടിൽ നിന്ന് പിറ്റേ ദിവസം ഇറങ്ങിപ്പോയി. അങ്ങനെ പിറ്റേ ദിവസം യെസ്, ഓക്കെ ഷാമോൻ. അപ്പൊ പിറ്റേ ദിവസം ഇറങ്ങിപ്പോവുകയാണ്. അപ്പൊ പിറ്റേ ദിവസം അമ്മയും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാനായിട്ട് ബാഗ് എടുത്തുകൊണ്ട് ഇറങ്ങുന്ന സമയത്ത് തലേ ദിവസം ഇറങ്ങിപ്പോയ മകളും മകളുടെ കാമുകനും കൂടി കയറി വരികയും സർപ്രൈസ് ആയിട്ട്, ഇത് പ്രതീക്ഷിച്ചതല്ല, അവർ വരുന്നു. അപ്പൊ കാമുകൻ വന്നോട്ട് പറയുന്നു, ഞാനിവിടെ വന്നത് ഇന്നലെ ഞാൻ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയ നിങ്ങളുടെ മകളെ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഇവർക്ക് സർപ്രൈസ് ആയി. അങ്ങനെ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി അങ്ങനെ വരാറില്ലല്ലോ. അപ്പൊ എന്താ, അപ്പൊ കാമുകൻ പറയുന്നത്, എന്റെ ജീവിതത്തിൽ എനിക്ക് ആഗ്രഹമുള്ളത് എന്റെ അമ്മയാണ്. യെസ്, അപ്പോ എന്റെ അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാകണം ജീവിതത്തിൽ നിന്നാണെങ്കിൽ മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. അപ്പൊ ഞാൻ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയും എന്റെ അമ്മയെ സ്നേഹിക്കുന്നവളായിരിക്കണം എന്ന കാര്യത്തിലേക്ക് നിർത്തുന്നു. ഇന്നലെ ഇവിടെ എന്റെ കൂടെ ഇവിടുന്ന് ഇറങ്ങി വന്നു. ഇവിടെ ഞാൻ കൊണ്ടത് ഹോസ്റ്റലിലാക്കി. ഇന്ന് ആ ഹോസ്റ്റലിൽ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ 27 വർഷം കൂടെ ജീവിച്ച അച്ഛനെയും അമ്മയെയും ഞാൻ വന്ന് വിളിച്ചപ്പോ ഉപേക്ഷിക്കാൻ തയ്യാറായ നിങ്ങളുടെ മകൾക്ക് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത എന്റെ അമ്മയെ സ്നേഹിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഈ മകളെ ഇവിടെ തിരിച്ചേൽപ്പിച്ചിട്ട് പോകാനായിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, മകളെ അവിടെ ഏൽപ്പിക്കണം. അപ്പോ അമ്മ ഇവിടെ പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് ഈ കഥ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് കുഴപ്പമില്ല, ഇത് വളരെ രസകരമായിട്ടുണ്ട്. യെസ്, ഇത് കേൾക്കുമ്പോൾ ഇത് ആരും. അപ്പൊ ഞാൻ കഥയുടെ വയലൻസ് പറയില്ല, അവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ കാണുന്നത്, അതിന് നിങ്ങളൊന്ന് വേറിട്ട് ചിന്തിക്കുക. ഇത് ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ എങ്ങനെയാണ്? യെസ്, അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഐഡിയ വരും, ഒരാശയം വരും. നിങ്ങൾ അത് എന്ത് ചെയ്യുക, അത് കടലാസിലോട്ട് പകർത്തുക. യെസ്, ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ മക്കളെ, ഇത് വളരെ, നിങ്ങൾക്ക് എന്ത് ജോലി നിങ്ങൾ ചെയ്യുന്നതായിക്കോട്ടെ, ഇങ്ങനെ ഒരു കഴിവും കൂടി നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്താൽ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ വരുമാനമാണ്. ഇതിന് നിങ്ങൾക്ക് യാതൊരുവിധ ചെലവുമില്ല. മുറി അടച്ചിട്ട് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കണമെന്ന് മാത്രമാണ്. യെസ്, ഓക്കെ നിമിഷ. യെസ്, നമ്മളെ ഇതിനകത്ത് മെരിറ്റ് ആൻഡ് ഡിമെരിറ്റ് ഉണ്ട്. നമ്മൾ ഒരു വശം നോക്കുമ്പോൾ നമ്മൾ അതിലൂടെ മാത്രം നോക്കും. നമ്മളിപ്പോ ചില കഥകളിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നല്ലവരും ചിലരും മോശമാകാറില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ അതിന്റെ വശങ്ങളിലൂടെ കടന്നു പോകും. യെസ്, എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാൻ, ഒരു വേറിട്ട് ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പുതിയ ഐഡിയസ് വരും. അപ്പൊ നിങ്ങൾക്ക് വേറെ എന്ത് ജോലി ഉണ്ടെങ്കിലും ഇത് നിങ്ങൾക്ക് ഒരു അഡീഷണൽ വരുമാനമാണ്. ഒരു സിനിമയ്ക്കൊക്കെ ഒരു പാട്ട് എഴുതി കൊടുത്താൽ കിട്ടുന്ന കാശെന്ന് അറിയാമോ? വലിയ ചെലവൊന്നുമില്ല. എത്രയോ പ്രഗത്ഭന്മാർ ഇപ്പൊ ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയ മതങ്ങളൊക്കെ തകർക്കല്ലേ, നല്ല സാധ്യതകളല്ലേ. നിങ്ങൾക്ക് കുറച്ച് പൈസ സ്വന്തമായിട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ജോലി ചെയ്ത് കാശുണ്ടായിരിക്കും, അത് വേറെ. ഇത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ച് പേപ്പറും പേനയും നല്ലൊരു മനസ്സുണ്ടെങ്കിൽ, ആരോടും ദേഷ്യമില്ലാത്തൊരു മനസ്സുമുണ്ടെങ്കിൽ, എല്ലാവരെയും സമഭാവനോട് കൂടിയിട്ട് കാണാൻ പറ്റുന്ന ഒരു മനസ്സുമുണ്ടെങ്കിൽ, മനസ്സിൽ നമുക്ക് ടെൻഷനും മറ്റുള്ളവരോട് കുശുമ്പും മുന്നായ്മയൊക്കെ ഉണ്ടെങ്കിൽ എഴുത്തു വരില്ല, അതൊരു പോകുള്ളൂ. മനസ്സെപ്പോഴും എനിക്കെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, അവര് സുഖമായിക്കോട്ടെ അല്ലെങ്കിൽ അവൾക്ക് സുഖം, ഈ ഒരു ചിന്ത എപ്പോഴും.
മറ്റുള്ളവർക്ക് നല്ലത് സംഭവിക്കട്ടെ എന്ന്. അപ്പോ നമ്മള് ആശകളില്ല എങ്കിൽ നിരാശ ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവില്ല. ഒരുപാട് ആഗ്രഹങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അവിടേക്ക് കയ്യെത്തിപ്പിടിക്കാൻ പറ്റാതെ കൊണ്ട് കഴിയുമ്പോൾ വിഷമം വരും. യെസ്. അപ്പോ ഇന്ന് മുതൽ നിങ്ങൾ ആലോചിക്കുന്നു, എന്ത് നിങ്ങൾ സംഭവം കണ്ടു കഴിഞ്ഞാലും അതിനെ ഒന്ന് കോൺട്രാഡിക്ടറി ആയിട്ട് വേറിട്ട് ചിന്തിക്കുക. ഇത് ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ എങ്ങനെ സംഭവിച്ചത്? യെസ്, വഴിയിൽ ഒരാൾ വീണ് കിടക്കുന്നു, അയാൾ ചിലപ്പോൾ കള്ളു കുടിച്ചിട്ട് വീണ് കിടക്കുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾ എങ്ങനെ ചിന്തിക്കും, ഇയാൾ കള്ളു കുടിച്ചതല്ല എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇയാൾ വീണു? നമ്മളങ്ങനെ മനസ്സുകൊണ്ട് ആലോചിക്കുന്നേ. അപ്പൊ അങ്ങനെ ആലോചിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരുപക്ഷെ ഇയാൾ രാവിലെ ഭാര്യയോട് വഴക്കിട്ട് വന്നപ്പോ അദ്ദേഹത്തിന് പ്രഷറിനുള്ള ഗുളിക കഴിച്ചില്ല പലപ്പോഴും, അതായിരിക്കാം അദ്ദേഹം വീണത്. യെസ്. അപ്പൊ അവിടെ പ്രഷറിന് ഗുളിക എടുത്ത് കഴിക്കാതെ പോയി എന്ന് വിഷമിച്ചിരിക്കുന്ന ഒരു ഭാര്യ അവിടെ. അങ്ങനെ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ പോവുക. ഓരോ ഇൻസിഡന്റ് വരുമ്പോഴും അങ്ങനെ വരും. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ IV ശശി എന്ന് പറയുന്ന ഒരു സിനിമാ സംവിധായകൻ ഒരിക്കലും ശബരിമലക്ക് പോവുകയും, അപ്പൊ ശബരിമലയിലോട്ട് ഇങ്ങനെ പുള്ളി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോൾ ഒരു സ്ഥലത്ത് കുറച്ച് ആൾക്കാരൊക്കെ കൂടി നിൽക്കും. അപ്പോൾ IV ശശി സിനിമാ നടിയുടെ ഭർത്താവ് സംവിധായകൻ, അദ്ദേഹം ചെന്ന് അവിടെ ചെന്ന് ചോദിച്ചു, ചോദിച്ചു ഇവിടെ ഒരു പുലി വന്നെന്ന് പറയുന്നുണ്ട്, കണ്ടവരുണ്ട് കാണാത്തവരുണ്ട്, അങ്ങനെയൊക്കെ നിങ്ങൾ നിൽക്കേണ്ടത്. അത് കഴിഞ്ഞ് IV ശശി ശബരിമലക്ക് പോയി തിരിച്ചു വന്നിട്ട് ഈ സംഭവം ലോഹിതദാസ് എന്ന് പറയുന്ന തിരക്കഥാകൃത്തിനോട് പറയും. യെസ്, അവിടെ നിന്നാണ് മൃഗയ എന്ന് പറയുന്ന സിനിമയുടെ കഥ വരുന്നത്. അവിടെ നിന്നാണ് മൃഗയ എന്ന് പറയുന്ന സിനിമയുടെ കഥ വരുന്ന അവിടെ നിന്ന് ഒരു ഇൻസിഡന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്തു, ബാക്കി നമ്മൾ വിഭാവനം ചെയ്യുക. ഒരു പ്രദേശം, അവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ പുലി വരുന്നു, ആ പുലിയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വരുന്നു, അയാളുടെ പ്രശ്നം കാരണം അടുത്ത പ്രശ്നം ഉണ്ടാവും. ഇങ്ങനെ കണക്ട് ചെയ്ത് പോയി അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് അത് കൺക്ലൂഡ് ചെയ്തു. യെസ്. അപ്പൊ അത് എന്തായിട്ട് മാറി? അതൊരു കഥയായിട്ട് മാറി. നിങ്ങളും ഇങ്ങനെ ആലോചിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്കും വരും ഓരോ സ്റ്റോറീസ്. നിങ്ങളുടെ ജീവിതത്തിൽ, നമുക്ക് പരിചയമുള്ളവരുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ വിഷമിപ്പിച്ച, കണ്ണ് നനയിപ്പിച്ച കുറെ സംഭവങ്ങളുണ്ടാകും. യെസ്. ഇപ്പൊ നമ്മളത് ഓർക്കുമ്പോൾ നമുക്ക് വിഷമമില്ലെങ്കിൽ അന്ന് നമ്മൾ വിഷമിച്ച കുറെ സന്ദർഭങ്ങളുണ്ടാകും. യെസ്. അതൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുക, ചിന്തിക്കുക, അതിനൊക്കെ ഒരു വെറൈറ്റി കൊടുക്കുക. യെസ്. ഇത് തന്നെയാണ് ഇങ്ങനെയൊക്കെ എഴുത്തുകാരും കഥാകൃത്തൊക്കെ ഉണ്ടാവുന്നത്. ഒരുപക്ഷെ ഈ ഇരിക്കുന്നവരില് ഭാവിയിൽ ഒരു സുഗതകുമാരി ഇല്ലെന്ന് ആരും കണ്ടു? ഈ ഇരിക്കുന്ന 36 പേരില് ഭാവിയിൽ ഒരു മാധവിക്കുട്ടി ഇല്ലെന്ന് ആരും കണ്ടു? യെസ്. അപ്പൊ ഭാവിയിലെ മാധവിക്കുട്ടിമാരും സുഗതകുമാരി ടീച്ചർമാരുമാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. ഭാവിയിലെ മാധവിക്കുട്ടി സുറുമിയാവും. ഭാവിയിലെ മാധവിക്കുട്ടിയാണ് സുറുമിയാവുമ്പോൾ. ഓക്കെ, വെരി ഗുഡ്. യെസ്. അതൊന്നും പറയാൻ പറ്റില്ല. യെസ്. പിന്നീട് എപ്പോഴെങ്കിലും യാദൃശ്യമായിട്ട് നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ വഴിയിൽ വെച്ചേറുമ്പോ സാറിപ്പോ അപ്പൊ ഞാൻ പറയുന്ന സംഘം അപ്പൊ സുറുമ എവിടെ പോകണം സാറേ? ഈ പ്രാവശ്യത്തെ സാഹിത്യ അക്കാദമിയുടെ അവാർഡ് എന്റെ പുസ്തകത്തിനാണ്. ഞാൻ അവാർഡ് പഠിക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്തോട്ട് പോവുകയാണ്. സാറ് മണിക്ക് കയറിക്കോ, പോണ വഴിക്ക് ആക്കി തരാം. യെസ്. ഉണ്ടോ? വേറെ ലെവലാവും. യെസ്. ഇതേ ഇങ്ങനെ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടി ആഡ് ചെയ്യും. നിങ്ങൾ കാണിക്കുന്ന ഈ ഒബ്സർവേഷൻ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ കാണിക്കുന്നുണ്ട്. അവരിൽ ഉണ്ടാവും ഒരു കഴിവ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കഴിവ് ഈ ഒരുപക്ഷെ ഇന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നു, നിങ്ങളുടെ അച്ഛനോ നിങ്ങളുടെ അമ്മയ്ക്കോ അത് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അവര് ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ ഇത് നോക്കും ഇല്ല. അപ്പൊ അവർക്കത് സാധിച്ചിട്ട് വരില്ല. പക്ഷെ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം. അവന്റെ കഴിവുകളുണ്ടെങ്കിൽ അത് പോഷിപ്പിച്ചെടുക്കുക. യെസ്. അത് പരിപോഷിപ്പിച്ച് ഡെവലപ്പ് ചെയ്ത് അപ്പൊ അവരൊക്കെ കുറച്ചും കൂടിയൊക്കെ പ്രായം കഴിയുമ്പോൾ ആ ഒരു നല്ല ഒരു തോട്ടിലോട്ട് വരും. ഒന്നും ചിന്തിക്കാതെ തന്നെ വരുമ്പോഴാണ് ഈ മയക്കുമരുന്നും അതും ഇതൊക്കെ വേറെ പല ചിന്തകൾ തന്നെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം തരുന്ന കുറെ ഐറ്റംസ് ഉണ്ട്. അതാണ് നമ്മൾ പറയുന്നത് ഹോബി എന്ന് പറയണില്ല എന്ന് പറയുന്ന പോലെ നമുക്ക് സന്തോഷം തരുന്ന കുറെ സംഗതികൾ വേണം. അവിടെ നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ വേറെ സന്തോഷം തരുന്ന നമ്മൾ പറയാൻ കേട്ടിട്ടില്ലേ? An ideal man's brain is a devil's workshop.
വെറുതെ ഇരിക്കുന്നവന്റെ തലച്ചോറ് എന്ന് പറഞ്ഞ ചെകുത്താന്റെ പണിപ്പുരയാണ്. വെറുതെ ഇരിക്കുന്നവൻ അവിടെ ചെകുത്താന്റെ പണിപ്പുരയാണ്. അവൻ അവിടെ ഇരുന്ന് എല്ലാ പണിയും. നേരെ മറിച്ച് നമ്മളൊരു കാര്യത്തിൽ ഇൻവോൾവഡ് ആണെങ്കിൽ പിന്നെ നമ്മൾ ആ ട്രാക്കിലൂടെ പോകും. യെസ്, കാരണം നമ്മൾ അതിൻ്റെ അകത്ത് സന്തോഷം കണ്ടെത്തും. യെസ്, നിങ്ങൾക്കിപ്പോ ടീച്ചർ ആവണമെന്ന് അല്ലെങ്കിൽ ഒരു ജോലി വേണമെന്ന് ആഗ്രഹമുണ്ടാവും. നിങ്ങളുടെ ഉള്ളില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ജോലി ഉണ്ടാവും. അതാണ് എനിക്ക് ഇഷ്ടം, പിന്നെ ഏത് കിട്ടിയാലും ഞാൻ പോകും. യെസ്, ശരിയല്ലേ? ഇഷ്ടപ്പെട്ടൊരു ജോലി ഉണ്ടാവില്ലേ? ഓക്കെ, എന്നിട്ട് നമ്മുടെ സ്വപ്ന ജോലി. യെസ്, അപ്പോ സ്വപ്ന ജോലി എന്ന് വേറെ ഇരിക്കും. പക്ഷെ ആ സ്വപ്ന ജോലിയിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റാത്തതുകൊണ്ട് ഒരു പക്ഷെ കിട്ടിയ ജോലിയെ നമ്മൾ സ്വപ്നം പോലെ കൊണ്ടുനടക്കും. യെസ്, അതാണ് നമ്മളിപ്പോ എന്തൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ഉള്ളിന്റെ ഉള്ളില് ഒരു 100% സന്തോഷം വരാത്തത്. എപ്പോഴും നമുക്ക് തോന്നും എന്തോ ഒരു കുറവുണ്ട്. യെസ്, ആ 100% ഹാപ്പിനെസ് ഇല്ലേ, അതിലേക്ക് നമ്മൾ എത്താതിരിക്കുന്നതിന്റെ കാരണം. അപ്പൊ എവിടെയോ ഒരു ചെറിയൊരു കുറവുണ്ടെന്ന് അപ്പോൾ മനസ്സ് നമ്മോട് ഇങ്ങനെ പറഞ്ഞു. യെസ്, ഇത് തന്നെയാണ് നമ്മുടെ പിള്ളേരിൽ. അവരിലും ആ ഒരു 100% സന്തോഷം അവർക്കുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ കണ്ടെത്താം. എവിടെയാണെന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ, ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാല്, നേരത്തെ ഇവിടെ സുഗമി പറഞ്ഞ പോലെ മാധവിക്കുട്ടിയായില്ലെങ്കിലും മാധവിക്കുട്ടിയുടെ അമ്മയെന്നെങ്കിലും പറയാലോ. പ്രശസ്ത സാഹിത്യകാരിയായ സുഗതകുമാരി ടീച്ചറിന്റെ അമ്മയാണ് ഞാൻ എന്ന് പറയാലോ, എന്തെങ്കിലും പറയാനേ. യെസ്, ഇത്രയും. അപ്പോ അവര് പിന്നീട് ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അവരോട് ചോദിക്കും, ജീവിതത്തിൽ നിങ്ങൾ സാഹിത്യ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് ഏതൊരു വരാനുണ്ടായ കാരണം എന്താണ് എന്ന് പറയുമ്പോൾ അവര് ആ ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ആളോട് പറയണം അതെന്റെ അമ്മയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു നിർവൃതിയില്, ആ ഒരു സന്തോഷമില്ലേ, 1 കോടി രൂപ കൊടുക്കേണ്ടത് കിട്ടുന്നത് അതെന്റെ അമ്മയാണ്, എന്റെ അമ്മ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറയും. നിങ്ങൾ ഈ ഹെലൻ കെല്ലറിന്റെ കഥ കേട്ടിട്ടില്ല? ഹെലൻ കെല്ലർ അന്ധയായിരുന്നു, ബധിരയായിരുന്നു, മൂകയായിരുന്നു. അപ്പൊ ഹെലൻ കെല്ലർ പറഞ്ഞിട്ടുണ്ട്, എന്നാലും അവള് പ്രശസ്തയായ സാഹിത്യകാരിയായി. അപ്പൊ അത് പറഞ്ഞിട്ടുണ്ട്, ആനി സിനിമൻ എന്ന് പറയുന്ന ഒരു ടീച്ചർ എന്റെ ജീവിതത്തിലേക്ക് വന്നതാണ് എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. അപ്പൊ ആനി സിനിമൻ എന്ന് പറയുന്ന ഒരു ടീച്ചറിലൂടെയാണ് ലോകം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്റെ അച്ഛനിലൂടെയോ അമ്മയിലൂടെയോ അല്ല, ബന്ധുക്കളുടെയോ. അപ്പൊ ആ ടീച്ചറാണ് എനിക്ക് ലോകത്തെ പരിചയപ്പെടുത്തിയത്. ഓക്കെ നിമിഷ, അതുപോലെ ആ ടീച്ചറാണ് എനിക്ക് ലോകത്തെ പരിചയപ്പെടുത്തുന്നത്. അവിടെ നിന്ന് തുടങ്ങിയാണ് ഞാൻ ലോകത്തെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ആനീസ് എന്ന് പറയുന്നതിനെ പഠിപ്പിക്കാൻ വന്ന ടീച്ചറിനോടാണ്. യെസ്, അപ്പൊ അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ, ആ മാറ്റങ്ങൾ ഉയർച്ചയിലേക്കാവുമ്പോൾ, പ്രശസ്തിയിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഒരുപാട് സാധ്യതകൾ ഇപ്പൊ കിടക്കില്ല മക്കളെ. കയറി പോകാനായിട്ടുള്ള ഒരുപാട് സാധ്യതകൾ. നിങ്ങൾ ഓരോരെണ്ണത്തിലും മാത്രമായിട്ട് നിൽക്കല്ലേ, വേറെയും സംഗതികളിൽ നോക്കുന്നത്. ഇതിന്റെ പഠിക്കുന്നതിനൊപ്പം ഓക്കെ ഇതിന്റെ കൂടെ തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാം. യെസ്, നമ്മളപ്പോ ആ ടീച്ചേഴ്സിന്റെ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ നമ്മൾ അവിടെ പ്രസന്റ് ചെയ്യുമ്പോൾ ഞാൻ കാര്യശ്ശേരി TTC മോണ്ടിസോറി കഴിഞ്ഞ, പക്ഷെ ഞാൻ ഇന്ന കാര്യത്തിലും കൂടി എക്സ്പെർട്ടാണ്. യെസ്, അപ്പൊ അവരെന്ത് വിചാരിക്കും? യെസ്, ഇത്രയും പ്രഗത്ഭയായിട്ടുള്ള ഒരാളെ എനിക്ക് തോന്നുന്നു നമ്മുടെ സന്ധ്യ IPS ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അവരുടെ ഒരു ഇന്റർവ്യൂവിൽ എനിക്ക് പറഞ്ഞു അവർക്ക് ജോലി കിട്ടിയത് അതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ജോലി കിട്ടിയത് ഇവിടെയായിരുന്നു, കോളേജിലാണ് ജോലി കിട്ടിയത്. കോളേജിൽ ജോലി കിട്ടിയിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം പിന്നെ അവിടുന്ന് പോരുകയാണ്. പിന്നീട് അവർ സിവിൽ സർവീസ് പരീക്ഷ എഴുതി IPS അവർ കിട്ടി. പിന്നെ IPS കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അതേ സ്കൂളില് അവരൊരു ചീഫ് ഗസ്റ്റ് ആയിട്ട് പോവുകയാണ്. അപ്പൊ ആ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോയ സമയത്ത് അവര് അവിടെ നിന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ പഠിപ്പിക്കാനായിട്ട് വന്നതാണ് ഈ കോളേജിൽ. പക്ഷെ ഇതേ കോളേജിൽ എന്തൊക്കെയോ മാനേജ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അത് കാരണം പിന്നീട് ഞാൻ ഇവിടെ നിന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോയി. പിന്നീട് ഞാൻ ഇവിടെ വന്നു എന്ന് പറഞ്ഞു. അപ്പോ അത് കഴിഞ്ഞതിന് ശേഷം പ്രസംഗിച്ചപ്പോ ആ മാനേജ്മെന്റിന്റെ ഒരാൾ പറഞ്ഞു, അപ്പൊ അന്ന് ഞങ്ങൾ ടീച്ചറെ ഇവിടെ എടുക്കാതെ വിട്ടത് നന്നായില്ലേ? അങ്ങനെ ഞങ്ങൾ എടുക്കാതിരുന്നത് കൊണ്ട് ടീച്ചർ സിവിൽ സർവീസ് പരീക്ഷ എഴുതുകയും IPS നേടുകയും ചെയ്തു. അപ്പോ ഞങ്ങൾ അത് ചെയ്യാതിരുന്നത് നന്നായി എന്നുള്ള മട്ടില് ഒരു രസകരമായിട്ട് അവതരിപ്പിച്ചു.
അപ്പൊ അതിന് മറുപടിയായിട്ട് IPS ഓഫീസർ പറഞ്ഞത് മറുപടി ഉണ്ട്. ഒരുപക്ഷെ നിങ്ങൾ അന്ന് തന്നെ എടുത്തിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമായിരുന്നു കേരളത്തിലെ ഇന്ന IPS ഓഫീസർ മുമ്പ് ഇവിടുത്തെ അധ്യാപികയായിരുന്നു. അങ്ങനെ പറയുന്നതാണോ ഞങ്ങൾ എടുക്കാതിരുന്നതുകൊണ്ട് നിങ്ങൾക്ക് അവാർഡ് കിട്ടിയതാണ് ഏതാണെന്ന്? യെസ്, അത് നമ്മുടെ നാട്ടില് കുറെ എണ്ണമുണ്ട്, കുറെ ആൾക്കാർ. എന്തെങ്കിലും നമ്മളൊന്ന് ഡെവലപ്പ് ചെയ്ത് വന്നാൽ ഓർഡർ ഡെവലപ്പ്. ഞാൻ പണ്ട് തന്നെ ചീത്ത പറഞ്ഞില്ലേ, അത് ഇതുകൊണ്ടാണ്. യെസ്, അതൊക്കെ പറഞ്ഞിട്ട് വരില്ലേ? യെസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ആരെങ്കിലും ഇപ്പൊ നമ്മൾ ഉയർന്നു പോയാൽ നിങ്ങളും അങ്ങോട്ട് ചെന്ന് പറയാതിരിക്കുക, എടാ പണ്ട് ഞാൻ തന്നെ ചീത്ത പറഞ്ഞത് കൊണ്ടാണ്, അത് അങ്ങനെ ഒന്നും പറയാതിരിക്കുക. യെസ്, നമ്മൾ അവർ പ്രോത്സാഹിപ്പിച്ചുള്ള. യെസ്, ഒരാളെ രക്ഷപ്പെട്ടു എന്ന് അത് അറിയുമ്പോൾ അവകാശവാദങ്ങളൊന്നും നമ്മൾ ഉന്നയിക്കേണ്ട കാര്യമില്ല. യെസ് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഗിവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവർസെൽഫ് എന്നൊരു ചോദ്യം നിങ്ങൾ മോണ്ടിസോറി ടീച്ചറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് അവിടെ നിൽക്കുമ്പോൾ ചോദിക്കുമല്ലോ, നിങ്ങളോട് ചോദിക്കുമല്ലോ. അപ്പൊ ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾ അതിന് മറുപടി പറയുമല്ലോ. ആ മറുപടിയിൽ ഉണ്ടാവണം എല്ലാ കാര്യങ്ങളും. യെസ്, അതാണ് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ഇന്ന് നമ്മള് ക്ലാസ്സിലോട്ട് വന്നിട്ടില്ല. ഇന്ന് നമ്മൾ വന്നത് ഹാഡിലോട്ടാണ് വന്നത്. ഹാഡിനെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈ നമ്മുടെ നിമിഷ AK എടുത്തിട്ടൊരു വിഷയമാണ്. ആ വിഷയത്തിൽ നിന്നാണ് ഏറ്റവും നല്ല ടീച്ചർ ആരാണ് എന്ന് ചോദിച്ചതിൽ നിന്നാണ് നമ്മൾ ഇത്രയും വരെ പറഞ്ഞെത്തിയത്. യെസ്, ഞാൻ പറയുന്നത് അതുപോലെ തന്നെയാണ്. നിങ്ങളും ക്ലാസ് എടുക്കുമ്പോൾ പറയുമ്പോൾ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാകും. എപ്പോഴും നമുക്ക് ഓരോ വിഷയമായാലും നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട് നമ്മുടെ കയ്യിലുണ്ടാകും. അപ്പോൾ അവിടെയാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്, മനുഷ്യന്റെ വിഭവം. നമ്മുടെ പൈസ ഉണ്ടെങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. നിങ്ങളിൽ ഡെപ്പോസിറ്റ് ചെയ്യും. നിങ്ങളാണ് ബാങ്ക്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു കഴിവ്, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി അത് ഡെവലപ്പ്, അപ്പൊ നിങ്ങൾ ഡെവലപ്പ് ആയില്ലേ? ആണ് ഹ്യൂമൻ റിസോഴ്സ്, മനുഷ്യ വിഭവം എന്ന് പറയുന്നത്. യെസ്, ഓക്കെ. ഞാനൊരു കാര്യം പറയാം. ഞങ്ങളുടെ നാട്ടിലെ പഴയ ഒരു സിനിമാ തിയേറ്റർ ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ ആ സിനിമാ തിയേറ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സൗണ്ട് സിസ്റ്റം വളരെ മോശം. അവസാനം ബോംബെയിൽ നിന്നൊരു എഞ്ചിനീയർ വന്നു. അദ്ദേഹം വന്ന് നോക്കി. അദ്ദേഹം പറഞ്ഞു 1,100,000 രൂപയാണ് അദ്ദേഹം അതിന്റെ അന്ന് സിനിമാ തിയേറ്ററിന്റെ സൗണ്ട് സിസ്റ്റം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അന്ന് വലിയ പൈസയാണ്. അപ്പൊ അദ്ദേഹം വന്ന് സിനിമ തിയേറ്ററിൽ വന്ന് എന്നിട്ട് സിനിമ പ്രൊജക്ടറിട്ട് ഓടിച്ചു കഴിഞ്ഞതിന് ശേഷം ആ സിനിമാ തിയേറ്ററിന്റെ ചില ഭാഗങ്ങളിൽ 2-3 ഡോറ് വിട്ട് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് സിനിമ ഓടിക്കാൻ പറഞ്ഞു. ഓടിച്ചപ്പോ സൗണ്ട് ക്ലിയർ പക്ക. അതല്ല എങ്കിൽ സൗണ്ട് ഒരു മുഴക്കമായിരുന്നു, ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞപ്പോ ഈ ഓണർക്ക് യെസ്, ഓക്കെ രേവതി, ഓണർ പറഞ്ഞു, ഓണർക്ക് ഒരു വിഷമം സിനിമയുടെ തിയേറ്ററിനോട്, ഈ 3 തുളയിടാനല്ലേ ഈ 1,100,000 രൂപ വേണമെന്ന് പറയണത്? അത്രയും വേണോ? അങ്ങനെ ഇതല്ലേ 3 തുളയല്ലേ ഇട്ടുള്ളൂ, കൊടുക്കാൻ മടി. അപ്പൊ അദ്ദേഹം പറഞ്ഞു 3 തുള ഇടുന്നതിന് 100 രൂപ, അത് മറ്റേ പണിക്കാരൻ ചെയ്തോളൂ. എവിടെയാണ് ആ തുള ഇടേണ്ടത് എന്ന് ഞാനല്ലേ പറഞ്ഞത്, അത് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിനാണ് 1,00,000 രൂപ. നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾ പറയുന്നതാണ് നിങ്ങളുടെ വില. നിങ്ങളുടെ വില നിശ്ചയിക്കുന്നത് നിങ്ങളാണ്. നിങ്ങളോട് ചോദിക്കാൻ ടീച്ചറെ എത്ര രൂപ ശമ്പളം തന്നാൽ ടീച്ചർ വരും? അങ്ങനെ ചോദിക്കുന്നത് നിങ്ങളോട്. എത്ര രൂപ തന്നാൽ ടീച്ചർ ഞങ്ങളൊപ്പം നിൽക്കും? ടീച്ചർ അവിടെ പോകാതെ ഇവിടെ ഞങ്ങളൊപ്പം നിൽക്കാനായിട്ട് എന്ത് നിങ്ങൾക്കല്ല? യെസ്, നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ, നിങ്ങൾ എഫിഷ്യന്റ് ആണെങ്കിൽ, നിങ്ങളെ കുറിച്ച് അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങളെ തേടി കഴിയും. യെസ്, ബി ക്വാളിഫൈഡ്, ബി എഫിഷ്യന്റ്. രക്ഷപ്പെടാനൊരു ചാൻസ് ദൈവം നിങ്ങൾക്ക് തരാതിരിക്കില്ല. എല്ലാവരും ഞാൻ നോക്കി കഴിയുമ്പോൾ ഒരു ചാൻസ് എങ്കിലും കൊടുക്കുന്നുണ്ട്. കൊടുത്ത ചാൻസ് ഉപയോഗിക്കാതിരുന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് അന്നത് സ്റ്റിക്ക് ഓൺ ചെയ്യാതിരുന്നിട്ടുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു ചാൻസ് കിട്ടും. ഒരു അവസരം നിങ്ങളുടെ മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോകും. ആ അവസരത്തെ നിങ്ങളെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ വിജയത്തെ ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോ ഇന്ന് ഞാൻ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ അഡ്ജക്റ്റീവിനെ കുറിച്ച്
വീണ്ടും പറയാം. ഇപ്പൊ നമ്മുടെ സമയമായി, 1 മണിയായില്ലേ? അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇന്ന് ആരാണ് സൈൻ ഓഫ് ചെയ്യുന്നത്? സാറേ ഞാനാണ്. യെസ്, പറഞ്ഞോളൂ. Respected sir and my dear friends, good afternoon everyone. Today we gather here to observe Hiroshima Day, a day that marks one of the darkest chapters in human history. On August 6, 1945, the city of Hiroshima in Japan was devastated by the world's first atomic bomb attempt, dropped by the United States during the World War II. Thousands of innocent lives were lost in an instant, and many more suffered the long-term effects of radiation. Hiroshima Day is not just about remembering a tragic past. It is a powerful reminder of the horrors of war and the devastating consequences of nuclear weapons. It is a day to reflect on peace, compassion, and humanity. The people of Hiroshima did not respond with hatred, but with a call for peace. The resilience inspired the world to say never again. Let us honor the memory of the victims by committing ourselves to future without war, without nuclear weapons, and with deeper understanding between nations. Let Hiroshima be not just a memory, but a message of peace for generations to come. Thank you. Thank you. Okay, very good, very good, very good. Okay. We will meet next day. Okay. Thank you, sir. Thank you, sir. Welcome. താങ്ക് യു സർ. സാറേ ഞാനൊരു പോസ്റ്റർ Okay. ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഞാനും പോസ്റ്റിലേക്കുണ്ട്. താങ്ക് യു സർ. Poster. Yes, very good. Needu. Yes. Okay. ഞാനും ചെയ്തിട്ടുണ്ട്. പിന്നെ ആരാണ്? Okay. Anmelia. Okay. Yes. ഒലിവിലെയും ഇതും ഇന്റർനാഷണൽ പീസിന്റെ അടയാളമാണ്. യെസ്. ഓക്കെ, വെരി ഗുഡ് ആൻമരിയ. താങ്ക് യു സർ. Okay. Very good.